നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ ഞാനതെങ്ങനെ പറയും പാറു? അവളത് പറയുന്നത് കേട്ടിട്ടാ എനിക്ക് നെഞ്ചുവേദന വന്നത്. വാസു എന്താ പറഞ്ഞെന്നറിയോ? ശിവാനി ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ കൂട്ടുനിന്നില്ലെങ്കിൽ നമ്മുടെ ഗൗതമിന്റെ ജന്മരഹസ്യം പുറത്തു പറയുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. വസു എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാ പാറു. ഇതൊക്കെ കേട്ട എങ്ങനെ എനിക്ക് സമാധാനം കിട്ടും പാറു? എന്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന കാര്യമല്ലേ വസു പറഞ്ഞത്? ഉള്ള സത്യങ്ങൾ മുഴുവൻ ഗൗതം അറിഞ്ഞാൽ പിന്നെ അവൻ നമ്മളെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ നമ്മളെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോവും. അതോടെ ഈ കുടുംബത്തിന്റെ സമാധാനം നശിക്കും. ഈ കുടുംബം ചിഹ്നഭിന്നാകാൻ പോവാ, തകരാൻ പോവാ. സമാധാനം മുഴുവൻ നശിക്കാൻ പോവാ. ഇനി ഈ കുടുംബത്തിൽ സന്തോഷമില്ല പാറു. ഒരിക്കലും അത് സംഭവിക്കരുത് പാറു. ഗൗതം ഒന്നും അറിയാൻ പാടില്ല, ഒന്നും അറിയരുതവൻ. എന്തൊക്കെ കാണിക്കുന്നത്? എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നത്? അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമാണോ? ഗൗതമിന്റെ ജന്മരഹസ്യമെന്ന് അച്ഛൻ പറഞ്ഞത് എന്താ? അത് പറ. ഒന്നുമില്ല, നിനക്ക് തോന്നിയത്. ഞാൻ പോട്ടെ അമ്മേ. ഞാൻ കേട്ടതൊക്കെ കേട്ടത് തന്നെയാ, ഒന്നും എന്റെ തോന്നലല്ല. സത്യം പറ, ഗൗതമിനെ സംബന്ധിക്കുന്ന എന്ത് രഹസ്യമാ അച്ഛന്റെ അമ്മയുടെ മനസ്സിലുള്ളത്? ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? കുറെ ഗുളികളും കഴിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ ഉറക്കത്തിൽ എന്തോ പറഞ്ഞു എന്ന് കരുതി അത് വെച്ച് എന്നെ ചോദ്യം ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അതെ, അച്ഛൻ ഉറക്കത്തിൽ പറഞ്ഞതാണെങ്കിൽ അത് കേട്ട് അമ്മ എന്തിനാ ഷോക്കായത്? അച്ഛൻ തുടർന്ന് പറയുന്നതിൽ നിന്നും അമ്മ എന്തിനാ അച്ഛനെ തടയാൻ നോക്കിയത്? എനിക്കറിയണം ഗൗതമിനെ സംബന്ധിക്കുന്ന എന്ത് ജന്മരഹസ്യ ഉള്ളത്. ഇല്ല 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 എന്ന് എത്ര വട്ടം പറയണം നിന്നോട്? നീ അവന്റെ ഭാര്യ. ഇവിടെ നിനക്ക് വല്ല കുറവുണ്ടോ? നിന്നെ അവൻ സ്നേഹിക്കുന്നില്ലേ? ഇതിൽ കൂടുതൽ നിനക്ക് എന്താ വേണ്ടത്? വേണ്ടാത്ത ഓരോ ചോദ്യങ്ങളായിട്ട് വന്നോളൂ. മാറുകൂടെ അമ്മേ. സത്യം പറയാതെ അമ്മേ ഞാൻ ഇവിടുന്ന് വിടില്ല. അച്ഛൻ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് അമ്മയുടെ ഈ പരിങ്ങലിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. അമ്മേ, വെറുതെ കള്ളം പറയാൻ നോക്കണ്ട. ഗൗതമിന്റെ ജന്മരഹസ്യം പുറത്തു പറയുമെന്ന് വസുന്ധരാന്റി എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? അതിനർത്ഥം ആ രഹസ്യം ഗൗതമിന് അറിയില്ല എന്നല്ലേ? ആ രഹസ്യം എല്ലാവരോടും തുറന്നു പറയൂന്ന്
വസുന്ധര ആന്റി ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത്. ഞാൻ തുറന്നങ്ങ് ചോദിക്കട്ടെ, ഗൗതം എന്റെ അമ്മയുടെ മോനല്ലേ? നിധി, അമ്മേ, ശബ്ദം ഉയർത്തി എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. സത്യം പറയൂ, അമ്മയുടെ വയറ്റിൽ പിറന്ന മകനാണോ ഗൗതം? ഇനി ഒരു 1000 ആവർത്തി നീ ഇത് ചോദിച്ചാലും എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഗൗതം എന്റെ മകനാണ്, എന്റെ മോൻ മാത്രമാണ്. അമ്മേ, ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച. നീ ഒന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ മുഖത്ത് നോക്കി നീ അത് പറഞ്ഞല്ലോ. ഗൗതം എന്റെ മകനല്ലേ എന്ന് ചോദിക്കാൻ തോന്നിയല്ലോ നിനക്ക്? മതിയാ എനിക്ക്. ഗൗതം അമ്മയുടെ മകൻ തന്നെയാണെങ്കിൽ ജന്മരഹസ്യമെന്നും പറഞ്ഞ് വസുന്ധര ആന്റി എന്തിന് അച്ഛനെ ഭീഷണിപ്പെടുത്തണം? അത് കേട്ടപ്പോ അമ്മ എന്തിനു ഭയക്കണം? ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. ഇനിയും നീ എന്നോട് അത് ചോദിച്ച എന്റെ നെഞ്ചു പൊട്ടി പോകും നിധി. അമ്മേ, സത്യം അറിഞ്ഞില്ലെങ്കിൽ എന്റെ അവസ്ഥ അത് തന്നെയാ. എല്ലാവരും ചേർന്ന് ഗൗതമിൽ നിന്ന് സത്യം മറച്ചു പിടിക്കുമ്പോ ഒരു കാര്യം ഓർമ്മ വേണം. വലിയ ബിസിനസ്മാൻ എന്നൊക്കെ പറയുമെങ്കിലും ഗൗതം ഒരു പാവമാ, കുഞ്ഞുങ്ങളുടെ മനസ്സാ. ആ മനസ്സിലൊരു പോറൽ പോലും ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ സത്യം എപ്പോഴെങ്കിലും ഗൗതം അറിഞ്ഞാൽ ആ മനുഷ്യനത് താങ്ങാൻ പറ്റില്ല, തകർന്നു പോവും. അത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ലമ്മ. ഞാൻ അമ്മയുടെ മരുമകളല്ലേ, ഗൗതമിന്റെ ഭാര്യയല്ലേ. അറിഞ്ഞിട്ട് ആരെയും ശിക്ഷിക്കാനല്ല, ഗൗതമിനെ രക്ഷിക്കാനാ. എന്ത് ജന്മരഹസ്യ പുറത്ത് പറയാതെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വേണ്ട നിധി, വേണ്ട. ഇങ്ങനെ ചോദ്യം ചെയ്ത് നീ എന്നെ കൊല്ലരുത്. എത്ര വട്ടം ചോദിച്ചാലും എനിക്ക് മറിച്ചൊരു ഉത്തരം പറയാനാവില്ല. ഗൗതം എന്റെ മകൻ തന്നെയാ. അമ്മേ, വീണ്ടും വീണ്ടും അമ്മ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ശരിയല്ലമ്മേ. ഇതാണ് എന്റെ ശരി. നീ കൂടുതൽ അന്വേഷിക്കുകയും വേണ്ട, കണ്ടുപിടിക്കുകയും വേണ്ട. ഞാൻ പറയുന്നതാണ് ശരി, അത്ര തന്നെ. ആയിക്കോട്ടെ, അമ്മ പറയുന്നത് സത്യമാണെന്ന് ഞാൻ അങ്ങ് സമ്മതിച്ചു തരാം. പക്ഷെ എനിക്കത് വിശ്വാസം ആവണമെങ്കിൽ ഗൗതം സ്വന്തം മോൻ തന്നെയാണെന്ന് അമ്മ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യണം. അച്ഛൻ പറഞ്ഞതൊക്കെ ഗുളിക കഴിച്ചതിന്റെ മയക്കത്തിൽ പറഞ്ഞതാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചോളാം. സത്യം ചെയ്ത് താ എനിക്ക്.